അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് പിച്ചിലിറങ്ങാൻ പോവാണ്. 76,000 കാണികൾക്ക് മുമ്പിൽ അറ്റ് ഓൾഡ് ട്രാഫോർഡ്. ഇറ്റ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആസ്റ്റൺ വില്ല മാച്ച്. ഇതിൽ രണ്ട് ടീമും കട്ടയാണ് സീസൺ എടുത്തു കഴിഞ്ഞാൽ. രണ്ട് ടീമിനും 51 പോയിൻറ്റ്സ്. രണ്ട് ടീമിനും വേണ്ടത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ. ഈ കളി ആര് ജയിക്കുന്നു ആര് തോൽക്കുന്ന ബേസിസിലായിരിക്കും ആര് തേർഡ് കീപ്പ് ചെയ്യും ആര് സിക്സ്ത്തിലോട്ട് ചാടുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റീസെൻറ്റ് ഫോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ല ദുരന്തം ഫോമിലാണ്. അതായത് കഴിഞ്ഞ 5 മാച്ചിൽ ആകെ 4 ഗോളാണ് പ്രീമിയർ ലീഗിൽ വില്ല അടിച്ചിട്ടുള്ളൂ. നേരെ വെച്ചാൽ നമ്മുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 മാച്ചസിൽ പ്രീമിയർ ലീഗ് മാച്ചസിൽ 4 ഗോൾ മാത്രമേ നമ്മൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ്ലി കാരിക്കിൻ്റെ സൈഡ്, അതായത് നമ്മുടെ സൈഡ് വളരെ സോളിഡാണ്. ആസ്റ്റൺ വില്ല അങ്ങനെ ഗോൾ അടിക്കാറുമില്ല. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. പിന്നെ ചില ആൾക്കാർ പറയും ചിലപ്പോൾ ഇതൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ വൺ ഫാക്ടർ, അത് ഞാൻ പറയാം. ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം തേർഡാണ്, അവർ ഫോർത്താണ്. XG എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം, നമ്മൾ ആക്ച്വലി നിൽക്കുന്നത് 5th ആണ്, പക്ഷെ നമ്മളുള്ളത് തേർഡാണ്. നമ്മൾ ഓവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓവർ പെർഫോം ചെയ്യുന്ന ടീം ഈ ലീഗിൽ തന്നെ ആസ്റ്റൺ വില്ലയാണ്. കാരണം XG ടേബിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്റ്റൺ വില്ല അറ്റ് ദിസ് മൊമെൻറ്റ് 14ാം സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവും പാടുള്ളൂ. പക്ഷെ അവർ നിൽക്കുന്നത് 4ാം സ്ഥാനത്താണ്. സോ ഈ സീസണിൽ ഏറ്റവും ഔട്ട് പെർഫോം ചെയ്യുന്ന ടീം അല്ലെങ്കിൽ ഓവർ പെർഫോം ചെയ്യുന്ന ടീം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? അതും കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. അത് ടാക്ടിക്കലി അവർ വരുത്തുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ആസ്റ്റൺ വില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് അവർ 4th നിൽക്കുന്നത്. ഇപ്പോൾ ആ ടാക്ടിക്കൽ സംഭവം നമുക്കെങ്ങനെ ബ്രേക്ക് ചെയ്യാം അത് ഞാനിവിടെ പറയാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മിസ്സാകാൻ പോകുന്ന ഒരു പ്ലെയർ, നമ്മുടെ ടീമിലെ നമുക്ക് മിസ്സാകാൻ പോകുന്ന ഈ ഗെയിമിൽ സ്പെസിഫിക്കലി ഈ ഗെയിമിൽ ക്രൂഷ്യലായിട്ട് മാറാവുന്ന ഒരു പ്ലെയർ നമുക്ക് മിസ്സാവും. അയാളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ പ്രെഡിക്റ്റ് ലൈനപ്പും വരുന്നതായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ ഷോക്ക് ഉണ്ടാവും, പക്ഷേ മിക്കവാറും എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത ലൈനപ്പ് തന്നെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫുൾ വീഡിയോ കാണാം. നിങ്ങൾ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആസ്റ്റൺ വില്ലയെ തോൽപ്പിക്കാമെന്നുള്ളതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. എന്നിട്ട് ഈ സംഭവങ്ങൾ നാളെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാരിക്കിന് മുമ്പിൽ കണ്ടറിയണം. കാരണം ഈ ഗെയിം കാരിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻസ്റ്റ് ന്യൂകാസിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റിനാണ് നമ്മൾ തോറ്റത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സങ്കടം വിഷമമൊക്കെ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കളിയിലൊരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഈ കളിയിൽ ഒരു കംബാക്ക് നടത്താൻ കാരിക്കിന് മസ്റ്റായിട്ട് പറ്റണം. എന്നാൽ മാത്രമാണ് കാരിക്ക് ഒരു ലോങ് ടേമിൽ കാരിക്കിന് ഇവിടെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് അവർക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു അവസരമാണ് കാരിക്കിന് മുമ്പിൽ. എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഉത്തരം അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലോ ബ്ലോക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾ തീർച്ചയായും പോയി കാണുക. എങ്ങനെ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ, സ്പെഷ്യലി ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഗോൾ എടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഹൈ സ്കോറിംഗ് ഗെയിമായി മാറണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാസ് ടു സ്കോർ ദ ഫസ്റ്റ് ഗോൾ. കാരണം നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചാൽ ആസ്റ്റൺ വില്ല വിൽ ബി ഓപ്പൺ ഗെയിം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ ടൂൾസ് ഉണ്ട്. കുഞ്ഞ, എംബൂമോ, സെസ്കോ, ബ്രൂണോ ഫെർണാണ്ടസ്, കസമീറോ, അമാദ് അടിച്ച് കയറി മിന്നിച്ച് കളയാം നമുക്ക് ഈ കളി. ഫസ്റ്റ് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. നേരെ മറിച്ച് ഫസ്റ്റ് അവരാണ് അടിക്കുന്നതെങ്കിൽ വി വിൽ സ്ട്രഗിൾ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ എന്തായിരിക്കും എൻഡ് റിസൾട്ട്, എന്താണ് എൻ്റെ സ്കോർ പ്രൊഡിക്ഷൻ, അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലെയർ, അതായത് സ്പെസിഫിക്കലി ഈ ഗെയിമിൽ നമുക്ക് മിസ്സാകാൻ പോകുന്നൊരു പ്ലെയർ ഉണ്ട്. അപ്പോൾ ചിലർ പറയും ഡോർഗോ അല്ലേ, ഡിലിറ്റ് അല്ലേ, മൗണ്ട് അല്ലേ? അല്ല, ദാറ്റ്സ് മാർട്ടിനസ്, ലിസാൻഡ്രോ മാർട്ടിനസ്. അത് ഞാൻ എന്തുകൊണ്ട് മാർട്ടിനസ് ഇവിടെ മിസ്സാവുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ടാക്ടിക്കലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമുക്ക് മാർട്ടിനസ് എത്രയും വലിയ മിസ്സാവാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ മാർട്ടിനസിൻ്റെ മിസ്സ്, അതേപോലെ തന്നെ എന്തുകൊണ്ട് യുണൈറ്റഡ് ഫസ്റ്റ് ഗോൾ അടിക്കണം, ഇതൊക്കെ നമ്മൾ കാണേണ്ട സംഭവമാണ്. ഐ ഹോപ്പ് കാരിക് ഡെലിവർ ചെയ്യും എന്നുള്ളത്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ, അതായത് ദ ടാക്ടിക്കൽ ബോർഡ്. സോ നമുക്ക് നമ്മുടെ ടാക്ടിക്കൽ ബോർഡിലോട്ട് പോകാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും ഞാൻ പിക്ക് ചെയ്ത ലൈനപ്പ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നൊരു ചേഞ്ച്, സെസ്കോയ്ക്ക് പകരം അമാദ് വരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള റീസൺസ് ഇവിടെ ഉണ്ട്, ഞാനത് ഇവിടെ പറയുന്നതാണ്. ഈ ആസ്റ്റൺ വില്ലയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആകെ നോട്ട് ചെയ്യേണ്ടത്, ആസ്റ്റൺ വില്ല ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് കളിക്കുന്നൊരു ടീമാണ്. അവർ പിച്ചിൻ്റെ നമ്മുടെ ബോക്സിൽ വന്നുകൊണ്ട് അവർ ബോൾ വിൻ ചെയ്തുകൊണ്ട് ഗോൾ അടിക്കാൻ നോക്കുന്ന ഒരു ടീം കൂടിയാണ് ആസ്റ്റൺ വില്ല. അവരങ്ങനെയാണ് കളിക്കാറ്. അതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, അതായത് ഒരു ബോക്സ് ഷേപ്പ് ഒരു മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു സ്ട്രക്ചർ, അതായത് നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സ്ട്രക്ചർ ആസ്റ്റൺ വില്ല കീപ്പ് ചെയ്യുന്നതാണ്, ഒരു ബോക്സ് ഷേപ്പ്.
നമ്മുടെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാനും അതിൻ്റെ കൂടെ തന്നെ ബോൾ പ്രോഗ്രസ് ചെയ്യാനും, അതായത് ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പ്രോഗ്രസ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആസ്റ്റൺ വില്ലയ്ക്ക് ഉണ്ട്. അതാണ് ഈ ബോക്സ് ഷേപ്പ്. ഈ ബോക്സ് ഷേപ്പാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. കാരണം നമ്മൾ ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ ഈ ബോക്സ് ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആസ്റ്റൺ വില്ല കൂടുതലും കൗണ്ടർ അറ്റാക്സും അതേപോലെ തന്നെ ചാൻസസും ക്രിയേറ്റ് ചെയ്യാറ് നോക്കാറ്, എസ്പെഷ്യലി വിത്ത് സംബഡി കോൾഡ് ഒനാന. ഒനാനയുടെ ഒരു ഫിസിക്കൽ പ്രസൻസോടെ ബോൾ വിൻ ചെയ്യാൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ആസ്റ്റൺ വില്ലയ്ക്ക്. അപ്പോൾ അതാണ് ആസ്റ്റൺ വില്ലയുടെ ബോക്സ് ഷേപ്പ് ഞാനോട് പറഞ്ഞു തന്നെ. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്മൾ എങ്ങനെയായിരിക്കണം ഈ ബോക്സ് ഷേപ്പിനെയൊക്കെ നള്ളിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഗോൾ അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ബോക്സ് ഷേപ്പ് തന്നെയാണ്. അതായത് നിങ്ങളിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളെ ബോക്സ് ഷേപ്പ് കണ്ടല്ലോ, ഈ ബോക്സ് ഷേപ്പിൽ ഇവരുടെ 2 ഡിഫൻഡേഴ്സ് ആക്ച്വലി പുഷ് ചെയ്തുകൊണ്ടാണ് ഈ ബോക്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കോൺസ ആൻഡ് ടോറസ് ഫോർ എക്സാമ്പിൾ. ഈ 2 ഡിഫൻഡേഴ്സ് പുഷ് ചെയ്യുമ്പോൾ ഇത്രയും സ്പേസസ് ബാക്കിൽ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടുകയാണ്. ഇവിടെ വേറെ സംഭവം ഒരു ഫാക്ടർ കൂടി ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രസ് അത്ര ഭയങ്കര ഒരു സക്സസ്ഫുൾ പ്രസ് അല്ല ആസ്റ്റൺ വില്ലയുടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് ബോൾ, അതായത് ലാമൻസിൻ്റെ അടുത്ത ബോളെങ്കിൽ ഇവർ പ്രസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് വാട്കിൻസ് ആൻഡ് ബുണ്ടിയ 2 ആയിട്ട് പ്രസ് ചെയ്യും. അതിൽ തന്നെ അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള വാട്കിൻസ് ആണ് കൂടുതലും പ്രസ് ഇനീഷ്യേറ്റ് ചെയ്യാറ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ലാമൻസിൻ്റെ സൈഡിൽ നിന്ന് യോറോയ്ക്ക് പന്ത് കൊടുക്കുമ്പോൾ വാട്കിൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതേപോലെ തന്നെ മെയിനു ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷോ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു നോക്കിയിട്ട് ഇവരുടെ ഈ ബാക്കിലുള്ള പ്ലെയർ ബുണ്ടിയ ആവും ആരോ ആവും അവരും ഈ ഒരു ക്രോസ് ഈ ഒരു പാസ് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ പാസ് തിരിച്ചു വരുമ്പോൾ ഇത്രയും വലിയ സ്പേസോടെ ഓപ്പൺ ആവുകയാണ്. ഫോർ എക്സാമ്പിൾ കസമീറോ ആയിരിക്കാം, അത് ബ്രൂണോ ആവാം, ആരും ആവാം. ഇത്രയും വലിയ സ്പേസ് ഓപ്പൺ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് കസമീറോ പോലത്തെ ഒരു പ്ലെയർക്ക് ഒരു 2 സെക്കൻഡ് ബോളിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 സെക്കൻഡ് എക്സ്ട്രാ ബോളിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസമീറോയ്ക്ക് ഒരു ലോങ് റേഞ്ച് പാസിലൂടെ നമ്മുടെ പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അതാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടതും. ഇവിടെ ഉണ്ടാവാൻ പോകേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമാദാണെങ്കിലും കുനിയാണെങ്കിലും ദേ ഹാവ് ടു മേക്ക് ദ ബ്രില്യൻറ്റ് റൺസ്, അതായത് ബിഹൈൻഡ് ദ ഡിഫൻസിൽ റണ്ണ് നടത്താൻ പറ്റണം ഈ 2 പ്ലേയേഴ്സിനും. കസമീറിൻ്റെ പന്ത് ഈ ഒരു സ്പോട്ടിലോട്ട് പോകുമ്പോൾ ഇറ്റ് ക്യാൻ ബി കുനിയ, അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടിലോട്ട് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പോട്ടിലോട്ട് പോകുമ്പോൾ ഇറ്റ് ക്യാൻ ബി അമാദ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സ്പേസ് കണ്ടെത്തിക്കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംമാതിരി ആസ്റ്റൺ വില്ല ഉണ്ടാക്കി തരും. കാരണം അവരുടെ ബോക്സ് ഷേപ്പിൽ നിൽക്കുന്നത് അവരുടെ 2 സോളിഡ് ഡിഫൻഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് നമ്മൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് പ്ലേ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബിഹൈൻഡ് ദ റൺ നടത്തിക്കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ കസമിറോസ് ഹിയർ, അമാദിസ് ഹിയർ. ഓക്കെ, ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട്, എംബൂമോ സത്യം പറഞ്ഞാൽ സെൻട്രൽ സോണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരാൻ പറ്റുന്നൊരു പ്ലെയറാണ്. അത് ഞാൻ പറയാൻ കാരണം നമ്മൾ പലവട്ടം നമ്മളിത് ലാസ്റ്റ് ഗെയിമിൽ ചെൽസി ഈ സംഭവം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ എംബൂമോ ഒരു ഓഫ് സൈഡ് സ്പോട്ടോട് കയറി നിൽക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇവർക്ക് 2 പേർക്കും അറിയാം, കോൺസയ്ക്ക് അറിയാം, ടോറസിന് അറിയാം എംബൂമോ ഓഫ് സൈഡിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് മെഗ്വയർ ആയാലും യോറോ ആയാലും ഇപ്പോൾ ഇവിടുന്ന് കസമീറോ ആയാലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു, കസമറയ്ക്ക് പന്ത് കിട്ടുന്നു. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഒരു പ്രസ് എങ്കിൽ ഇവിടെ നിൽക്കുന്ന 2 ഡിഫൻഡേഴ്സിന് അറിയാം എംബൂമോ ഓഫ് സൈഡ് ആണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊരു വലിയ ഫാക്ടർ അല്ല. പക്ഷെ ഉണ്ടാവാൻ പോകുന്നത് എന്താണ്, ചെറുതായിട്ട് അവരൊന്ന് നീങ്ങും സ്വാഭാവികമായിട്ടും. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അമാദിൻ്റെ അല്ലെങ്കിൽ കുനിയുടെ റണ്ണ് ഇവിടെ ബാക്കിൽ കസമറയ്ക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പിക്ക് ചെയ്യുന്ന നേരത്ത് നമുക്കറിയാം അമാദ് ആൻഡ് കുനിയ 2 പേർക്കും പേസ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പേസി ആയിട്ട് ഓടാൻ പറ്റുന്ന പ്ലെയേഴ്സാണ് കുനിയ, എംബൂമോ ആൻഡ് അമാദ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമാദ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ ഓഫ് സൈഡിൽ ഉണ്ടായിരുന്ന എംബൂമോ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരുന്നതാണ്. ഇവിടെ ഇത്രയും ഹൈലൈൻ കീപ്പ് ചെയ്യുന്ന ആസ്റ്റൺ വില്ലയ്ക്ക് അത് എംബൂമോൻ്റെ സ്പീഡിനോടോ കുനിയുടെ സ്പീഡിനോടോ അമാദിൻ്റെ സ്പീഡിനോടോ മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ കണ്ട സംഭവങ്ങളാണ്. ഈ വർഷം ഇതേ സംഭവങ്ങൾ ആസ്റ്റൺ വില്ലയുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. ദിസ് ഈസ് വൺ ഓപ്പർച്യൂണിറ്റി, അതായത് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു മേജർ ഓപ്പർച്യൂണിറ്റിയാണ്. വി ഹാവ് ടു ക്യാപിറ്റലൈസ്. അപ്പോൾ ഇതാണ് ഈ ആസ്റ്റൺ വില്ലയുടെ പ്രസ്സിങ്ങിലുള്ള ഇഷ്യൂസ്. അതായത് കഴിഞ്ഞൊരു 3-4 മാച്ച് എടുത്ത് നമുക്ക് മനസ്സിലാവും ആസ്റ്റൺ വില്ലയുടെ പ്രസ്സിങ് ഭയങ്കര ദുരന്തം പ്രസ്സിംഗ് ആണ്. ആ പ്രസ്സിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്ലേയേഴ്സ് കോൺഫിഡൻ്റ് ആയാൽ, നമ്മുടെ പ്ലേയേഴ്സിന് സ്ട്രക്ചറലി അല്ലെങ്കിൽ ടാക്ടിക്കലി എങ്ങനെ നിൽക്കണം, എവിടെ നിൽക്കണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിത്ത് IQ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഞാൻ ഇപ്പോൾ കാണിച്ചൊരു മോഡ് ഓഫ് ടാക്ടിക്കൽ അപ്രോച്ചിൽ വി ക്യാൻ ഈസിലി സ്കോർ ഗോൾസ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വിത്ത് ഗർനാച്ചോ റാഷ്ഫോർഡൊക്കെ നമ്മൾ കളിച്ച് ഗോൾ അടിച്ചുള്ളൊരു പാറ്റേൺ ആണിത്.
ഇതേ സൈക്കിൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ സ്കോർ ആൻഡ് വി ക്യാൻ സ്കോർ ലോട്ട് ഓഫ് ഗോൾസ്. കുറേ ഗോൾസ് അടിക്കാൻ പറ്റുള്ള കാര്യം പറയാം. ഇനി വേറൊരു ഫോർമാറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ബോൾ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷനിലാണ് ആസ്റ്റൺ വില്ല അങ്ങനത്തെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ ഇഷ്യൂസ് കാണിക്കാറ് അല്ലെങ്കിൽ അങ്ങനത്തെ ലൈനപ്പ് സെറ്റപ്പ് ചെയ്യാറ്. ഇനി ഇവരുടെ കയ്യിലാണ് ബോളെങ്കിൽ, അതായത് ആസ്റ്റൺ വില്ലയുടെ കയ്യിലാണ് ബോളെങ്കിൽ നമ്മൾ എങ്ങനെ പ്രസ്സിംഗ് സ്ട്രക്ചർ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. സോ നമ്മൾക്കറിയാം എംബൂമോ, ബ്രൂണോ, അതേപോലെ തന്നെ അമാദ്, കുനിയ, ഇവരൊക്കെ പ്രസ്സിംഗ് മോൺസ്റ്റേഴ്സാണ്. അതായത് ഇവർക്ക് ഒരു ഡിഫൻഡേഴ്സിനെ പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫുൾ ബാക്സിനെ പ്രസ് ചെയ്യാനൊന്നും, അതായത് ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ ഡിഫൻഡേഴ്സിനെ ഫുൾ ബാക്കിനെ പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത പ്ലേയേഴ്സാണ്. നമ്മളത് പലവണ്ണം കണ്ടുള്ളതാണ്, എസ്പെഷ്യലി ബ്രൂണോ ആൻഡ് എംബൂമോയാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർട്ടിൻസിൻ്റെ അടുത്താണ് ബോളെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിൽ അല്ലെങ്കിൽ ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും, മാർട്ടിൻസിൻ്റെ കയ്യിലാണ് ബോളെങ്കിൽ ഇവിടെ സംഭവിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു പ്രസ്സിംഗ് സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് ബേസിക് 4-4-2 ആയിരിക്കണം നമ്മൾ ഔട്ട് ഓഫ് പൊസിഷനിൽ കീപ്പ് ചെയ്യേണ്ട പ്രസ്സിംഗ് സ്ട്രക്ചർ. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ ടോറസിന് പന്ത് കൊടുക്കും അല്ലെങ്കിൽ കോൺസയ്ക്ക് മാർട്ടിനസ് പന്ത് കൊടുക്കും. ഇവിടെ ആസ്റ്റൺ വില്ല ആർ വെരി സ്മാർട്ട്. അതായത് ഇവിടെ സംഭവിക്കാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ പ്ലേയേഴ്സിനെ ഈ ഒരു സ്പോട്ടിലോട്ടാണ് കൂടുതലും എത്തിക്കാൻ നോക്കുക. അതായത് ഇങ്ങനെ എന്നിട്ട് അവരുടെ ഫുൾ ബാക്കിനെ ഇവർ കറക്റ്റ് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യിക്കും പിച്ചിനെ. ഈ ഒരു സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ട് എനിക്കറിയില്ല, കൂടുതൽ സമയത്തും ഈ മാർട്ടിനസ് ഇങ്ങനത്തെ ഒരു ലോങ് ബോളാണ് ഇങ്ങോട്ട് കൊടുക്കാറ്, അതായത് ഫുൾ ബാക്സിന് കൊടുക്കാറ്. ഇവിടെ നിന്ന് അവർ വീണ്ടും അവർ അറ്റാക്കിൽ കയറിക്കൊണ്ട് ഗോൾ അടിക്കാനാണ് ശ്രമിക്കാറ് ആസ്റ്റൺ വില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അഗെയിൻ സ്മാർട്ടായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് പ്രസ് ഇങ്ങോട്ട് കയറിയിട്ട് വെറുതെ ചുമ്മാ നമ്മുടെ വിങ്ങേഴ്സ് പ്രസ് ചെയ്യരുത്. വി ഹാവ് ടു കീപ്പ് അവരുടെ ഫുൾ ബാക്സിന് കൂടെ നമ്മുടെ വിങ്ങേഴ്സ് ഉണ്ടാവണം. കാരണം ഈ ഒരു ബോളാണ്, ഈ ഒരു ഒറ്റ ബോളാണ് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ. അതായത് നമ്മുടെ ഡിഫൻസിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പണി പാളും. അത് ചെയ്യരുത്. ഇവിടെ ചെയ്യേണ്ടത് എംബൂമോ ആൻഡ് ബ്രൂണോ നമ്മൾ ഏത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോറസിനാണ് പന്ത് പോകുന്നതെങ്കിൽ വീനോ ബ്രൂണോ വിൽ പ്രസ് ലൈക്ക് മാഡ് ഉള്ള കാര്യം പറയാം. ബ്രൂണോ പ്രസ് ചെയ്ത് പന്തെടുക്കും. ഈ ഒരു സമയത്ത് ഈ ടോറസിനുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് മാർട്ടിനസിന് കൊടുക്കുക, അതേപോലെ തന്നെ ഒന്നിലേക്ക് കോൺസയ്ക്ക് കൊടുക്കുക. നമുക്കറിയാം കോൺസയ്ക്ക് പന്തത്തിനെക്കാട്ടും മുമ്പേ ഇവിടെ എംബൂമോ ചാടി വീണിരിക്കുമ്പോൾ ഒരു സംശയം വേണ്ട. പക്ഷേ ഇവിടുത്തെ വലിയൊരു ഡേഞ്ചർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒനാന ആണ് എൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ ഈ സിറ്റുവേഷനിൽ. കാരണം ഒനാന ക്യാൻ പിക്ക് അപ്പ് ദ ബോൾ ആൻഡ് ഫൈൻഡ് ദ പാസസ് ബിഹൈൻഡ് കസമിറ അല്ലെങ്കിൽ ബിഹൈൻഡ് മേനു. ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്ന എക്സ് ഫാക്ടർ. അതായത് ആസ്റ്റൺ വില്ലയുടെ എക്സ് ഫാക്ടർ ഈസ് ഒനാന. എന്നാൽ അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സ് ഫാക്ടർ ഉണ്ടാവാൻ പോകുന്നത് മെയിനു ആണ്. കോബി മെയിനു ഈ കളിയിൽ 100% എഫേർട്ട് ആൻഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഫിസിക്കാലിറ്റി കളിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കളിയിൽ ജയിക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി മെയിനു ഈസ് സ്മാർട്ട്. അതും കൂടി ഞാൻ ഇതിൽ പറയാം. ഒനാനയ്ക്ക് പന്ത് വരുന്നതിനെക്കാട്ട് മുമ്പേ മെയിനു ഇവിടെ ഉണ്ടായിരിക്കണം. അതായത് ഒനാനയുടെ കൂടെ മെയിനു മസ്റ്റായിട്ട് കൂടെ ഉണ്ടാവണം. ആൻഡ് മെയിനു ബോൾ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ ഓഫ് പ്ലെയർ ആണ്. അതിന് കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു 1-on-1 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മെയിനു ക്യാൻ കീപ് ദ ബോൾ. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ പറഞ്ഞ സംഭവം. അതായത് മെയിനു വിൽ ബി എൻ എക്സ് ഫാക്ടർ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്സിങ്, അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റൻസിറ്റി, നമ്മുടെ ഫിസിക്കാലിറ്റി, നമ്മുടെ സ്മാർട്ട്നെസ്, IQ ഈ ഗെയിമിൽ മസ്റ്റായിട്ടും 100% ആയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് പറയാം, ആസ്റ്റൺ വില്ല വിൽ ഔട്ട് സ്കോറേഴ്സ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, മിറാജ് ബ്രോ വാട്ട് ഇഫ് ആസ്റ്റൺ വില്ല സ്കോർ ഫസ്റ്റ്? യെസ്, ആസ്റ്റൺ വില്ല ഫസ്റ്റ് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം അതാണ്. അതെ, ഒരു 4-4-2 ഷേപ്പിൽ ആസ്റ്റൺ വില്ല അങ്ങോട്ട് ലോ ബ്ലോക്ക് ഇടും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ അഭാവം വരാൻ പോകുന്നത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇവിടെ ലിസാൻഡ്രോ മാർട്ടിനസിന് പകരം യോറോ ആണുള്ളത്. നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. യോറോൻ്റെ അടുത്ത് പന്തുള്ളപ്പോൾ നമുക്കറിയാം യോറോ നമ്മുടെ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാൻ മാർട്ടിനസിന് അത്ര കഴിവുള്ള ഒരു പ്ലെയർ അല്ല. പക്ഷേ യോറോ ക്യാൻ ബ്രേക്ക് ദ ലൈൻസ്. യോറോയ്ക്ക് ആ കഴിവുണ്ട്. മാർട്ടിനസിന് ലെവലില്ലെങ്കിലും യോറോയ്ക്ക് ആ കഴിവുണ്ട്. പക്ഷേ ഇതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മാർട്ടിനസ് ആയിരുന്നെങ്കിൽ മാർട്ടിനസ് കൂടെ ഈസിലി പിക്ക് ഈ ലൈൻ ബ്രേക്കിംഗ് പാസസ്. അതായത് മെയിനു അല്ലെങ്കിൽ മെയിനു ഡീപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ലൂക്ക് ഷോ ഇവിടെ ഓവർലാപ്പ് ചെയ്ത് പോകുമ്പോൾ മാർട്ടിനസ് കുഡ് പിക്ക് ഇങ്ങനത്തെ ലൈൻ ഓഫ് ബ്രേക്കിംഗ് പാസസ് അല്ലെങ്കിൽ ലൈൻ ബ്രേക്കിംഗ് പാസസ്. അതിന് കൂടെ തന്നെ ഇങ്ങനത്തെ ഓരോ പാസസ്, അതായത് ഞാൻ ഇപ്പോൾ അവിടെ കാണിക്കുന്ന പോലെ ഈ ഒരു ക്രോസ് പോലത്തെ ഒരു പാസസ് ഒക്കെ മാർട്ടിനസ് കിട്ടലുമായിട്ട് ചെയ്തൊരു പ്ലെയറാണ്. അത് നമുക്ക് ഈ കളിയിൽ മിസ്സാവും, എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ലോ ബ്ലോക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ യോറോനെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. കാരണം മെഗ്വറിനെക്കാട്ടും കൂടുതൽ യോറോനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യോറോയ്ക്ക് സത്യം പറഞ്ഞാൽ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലെഫ്റ്റ് സെൻറ്റർ ബാക്കിൽ യോറോനെ പിക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഷോനെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായി പിക്ക് ചെയ്തുകൊണ്ട് മസ്റാവിനെ ലെഫ്റ്റ് ബാക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾക്ക് സ്ക്വാഡ് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് അതിനോട് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ലോ ബ്ലോക്കിനെതിരെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹാഫ് സ്പേസസ്
ഞാൻ എൻ്റെ ലോ ബ്ലോക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ഹാഫ് സ്പേസസ് നമ്മൾ ഓക്യുപ്പൈ ചെയ്യണം എന്നുള്ളത്. ഈ ഹാഫ് സ്പേസസ് അതിൽ മെയിനും ഉണ്ടാവാം, ഇറ്റ് ക്യാൻ ബി കുനിയ, ഇറ്റ് ക്യാൻ ബി ഷോ, ആരുമാവാം. ഒരു ന്യൂമറിക്കൽ ട്രയാങ്കിൾ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് നമ്മൾ ഈ ഹാഫ് സ്പേസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പുട്ട് ദ ബോൾ ഹിയോ. അത് കുനിയ ആവാം, ലൂക്ക് ഷോ ആവാം, ഓവർലാപ്പ് ചെയ്യുന്ന ലൂക്ക് ഷോ ആയിരിക്കാം. വി ക്യാൻ പുട്ട് ക്രോസസ് ടു എംബൂമോ ഓർ കസമിറോ ഉഗാർത്തെ ഓർ ബ്രൂണോ ഫെർണാണ്ടസ് ഫോർ എവർ. അവിടെ ആരെ കളിക്കുന്ന പോലെ ഇരിക്കും, ക്രോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. സോ ഇതായിരിക്കും നമ്മൾ ലോ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പ്ലെയർ ആരാണ്? ഈ എഗെയിൻസ്റ്റ് ആസ്റ്റൺ വില്ല മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു പ്ലെയർ ആരാണ്? അമാദാണോ, ബ്രൂണോ, കുനിയ, എംബൂമോ ആരും ആവാം, അതോ ബെഞ്ചിൽ നിന്ന് വരുന്ന സെസ്കോ കുട്ടനാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ടാക്ടിക്കൽ പ്രിവ്യൂ. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തായിരിക്കും എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ എന്നുള്ളത്. യെസ്, അതിലോട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ ഈസ് 2-1. മേ ബി ഒരു ലേറ്റ് കംബാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ യുണൈറ്റഡ് തന്നെ 2 ഗോൾ മുന്നിൽ അടിച്ചുകൊണ്ട് ആസ്റ്റൺ വില്ല ജസ്റ്റ് ലാസ്റ്റ് 10 മിനിറ്റ് പേടിപ്പിച്ചുകൊണ്ട് ഒരു ഗോൾ അടിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഐ സ്റ്റിൽ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ വിൻ ദിസ് മാച്ച് 2-1. അതാണ് എൻ്റെ സ്കോർ പ്രിഡിക്ഷൻ. എന്താണ് നിങ്ങളുടെ സ്കോർ പ്രിഡിക്ഷൻ? അതും കൂടി നിങ്ങൾ ഇവിടെ കോമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സ്കോർ പ്രിഡിക്ഷൻ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിരിക്കണം, ഓൺ ദ സ്പോട്ട് ആയിരിക്കണം. 6 ഗോൾ അടിക്കും, എത്ര ഗോൾ ജയിക്കും എന്നുള്ള കാര്യങ്ങളായിരിക്കണം. അത് സ്പോട്ട് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ജേഴ്സി ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഡ്രോപ്പ് യുവർ കോമെൻറ്റ്സ്. അതിന് കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ.